ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും 2 ദിവസമായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ബോട്ട് പ്ലേയേഴ്സിനെ നമുക്ക് എങ്ങനെ മാച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മളെ വീഡിയോയുടെ നോക്കാൻ പോകുന്നു കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ന്യൂ ആയിട്ട് കാണുന്ന പ്ലേയേഴ്സ് ഇത് BR റാങ്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ തെറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് BR ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, BR ക്ലാസിക്കിലേക്ക് കേട്ടോ, ക്ലാസ്സിലേക്കല്ല BR ക്ലാസിക്കിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് പറ്റില്ല, BR റാങ്കിലേക്ക് നമുക്ക് ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല, അതിന് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് ഞാൻ സമയം എടുത്തുകൊണ്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗേസ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്ലാസിക് മാച്ച് തന്നെ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് ആ മാച്ച് തന്നെയാണ്. അപ്പോൾ BR റാങ്കഡ് അല്ല, ക്ലാസിക്കാണ്. അപ്പോൾ ക്ലാസിക്കിൽ വെച്ചുകൊണ്ട് നമുക്ക് കുറേ അധികം മിഷൻസ്, അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റിൽ കുറേ മിഷൻസ് നമുക്ക് ബോട്ട് പ്ലേയേഴ്സിന് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനൊരു വീഡിയോ വേണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബോട്ട് പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് മാക്സിമം മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു മാച്ചിൽ തന്നെ കുറേ അധികം മിഷൻസ് നമുക്ക് ഈ ബോട്ട് പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് പ്ലേ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക് മാച്ചാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ബോട്ട് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ 2 അടിച്ചിട്ട് ബോട്ട് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഫുള്ള് ബോട്ട് പ്ലേയേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോയിൽ ലോബി കണ്ടല്ലോ, അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 1-2 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഫുള്ള് അപ്പോൾ 99% ബോട്ട് പ്ലേയേഴ്സ് വരണമെന്നില്ല. അപ്പോൾ 100% ബോട്ട് പ്ലേയേഴ്സ് ഒക്കെ വരുന്ന ലോബി ഉണ്ട്. പക്ഷെ നമ്മൾ ന്യൂ ആയിട്ടൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 100% ഒക്കെ നമുക്ക് ബോട്ട് പ്ലേയേഴ്സ് വരാം. അപ്പോൾ നമ്മളെ ഗറിയൻ തന്നെ നമുക്ക് അത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഗറിനെ തരുന്നൊരു ട്രയലാണ്. അപ്പോൾ അത് നമ്മൾ 2-3 മാച്ച്, ഒരു 5-6 മാച്ച്, മാക്സിമം ഒരു 10 മാച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിന് ലിമിറ്റ് വരും. അപ്പോൾ നല്ല പ്ലേയേഴ്സ് ബോട്ട് പ്ലേയേഴ്സിൻ്റെ കൂടി കയറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാക്കാരും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മാച്ച് കാണാൻ നല്ല പ്ലേയേഴ്സ്, ഇപ്പൊ ഞാൻ 2 പ്ലേയേഴ്സിനെ അടിച്ചിട്ടു. ഓക്കെ, അപ്പൊ മറ്റൊരു പ്ലെയർ, അപ്പൊ നല്ല പ്ലേയേഴ്സിന്റെ ഇടക്ക് കയറി വരും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു നല്ല പ്ലേയേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ള സാധ്യത കൂടി നിങ്ങൾ പ്ലേ ചെയ്യുക. അപ്പൊ എല്ലാതും ബോട്ട് പ്ലെയറാ വിചാരിച്ചും കൊണ്ട് ഇമോട്ട് ഇട്ടുകൊണ്ടൊക്കെ അടിക്കാൻ നിന്ന് അതിനെ പാടാവുന്നുള്ള കാലത്ത് യാതൊരു ഡൗട്ടും വേണ്ടില്ല കേട്ടോ. അപ്പൊ അതിനെ ശ്രദ്ധിച്ച് കളിക്കാൻ നോക്കുക. അപ്പൊ നമുക്കൊരു 75% ബോട്ട് പ്ലെയർസ് എന്തായാലും ഞാൻ പറയാൻ വന്ന ട്രിക്ക് വെച്ചുകൊണ്ട് വരുന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ലെവലിന്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ 79ാം ലെവലാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കിത് ലെവലിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബോട്ട് പ്ലെയർ വരാൻ പോകുന്നു. അപ്പോൾ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നോക്കുക, ഫുള്ള് കാണാൻ നോക്കുക. അപ്പോൾ അതുപോലത്തെ ഇതിൽ ഞാൻ 4 ഇമ്പോർട്ടൻ്റ് ആയ ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 4ാമത്തെ ട്രിക്ക് കുറച്ച് റിസ്ക് ആയ ട്രിക്കാട്ടോ. അപ്പോൾ 4ാമത്തെ ട്രിക്ക് കുറച്ച് റിസ്ക് ആയ ട്രിക്കാണ്. ഞാൻ പല ടൈം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഓൾഡ് ടൈമിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ എങ്ങനെ നമുക്ക് ബോട്ട് പ്ലേയേഴ്സിൻ്റെ അപ്പോൾ റിയൽ ആയിട്ട് അപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ, അപ്പോൾ ഒരു ഉഡായ്പ പരിപാടി ചെയ്യാതെ നമുക്ക് റിയൽ ആയിട്ട് എങ്ങനെ ബോട്ട് പ്ലേയേഴ്സിൻ്റെ അപ്പോൾ ഞാനൊക്കെ പ്ലേ ചെയ്യുന്ന പോലെ, അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ ബോട്ട് പ്ലെയറാണ് എനിക്ക് മുന്നിലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ട് പ്ലെയറിനെ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ട്രിക്കും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോട്ട് പ്ലെയർ നമുക്ക് റിയൽ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാര്യം ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ BR റാങ്ക് എത്രയും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാം ഡയമണ്ട് 2 ആട്ടോ. അപ്പോൾ എന്ത് ന്യൂബ് പ്ലെയറാന്നൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ മനസ്സ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റാങ്ക് പുഷ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ റാങ്ക് പുഷ് ചെയ്ത് തന്നെ ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ ലെവലോ ഒക്കെ അപ്പോൾ റീജിയനിലൊക്കെ കയറുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 10,000 പോയിന്റിൻ്റെ കൂടുതൽ ഒരു വർഷം അടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നില്ല, ഒന്നും ഉറപ്പിച്ചു അറിയില്ല. അപ്പോൾ BR റാങ്കിൽ കുറേ അധികം ടൈമും കാരണമൊക്കെ വേണം. ഞാൻ അതിന് മുമ്പ് റാങ്ക് പുഷ് ചെയ്തിട്ടില്ല, കുറേ അധികം വീഡിയോസും കാരണമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുവരിക. അപ്പോൾ ഓൾഡ് പ്ലേയേഴ്സിന് എന്തായാലും അറിയിക്കാറ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലെയറാണ്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ CS-ലാണ് റാങ്ക് പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ BR റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ബോട്ട് പ്ലെയർ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാം എൻ്റെ ഡയമണ്ട് 2 ആണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുള്ള നമ്മൾ ഓറിയൻ ക്യാരറ്റിന്റെ മിഷന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെയധികം സിമ്പിളായിട്ട് മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കുറേ അധികം ബോട്ട് പ്ലേയേഴ്സ് ആണ് മാച്ചിൽ ഫുള്ള് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇൻട്രോയിൽ കാണിച്ച പോലെ നല്ല പ്ലേയേഴ്സ് ഒന്നും അതിൽ വന്നതേ ഇല്ല. അപ്പോൾ എൻ്റെ മെയിൻ അടിസ്ഥാനം നോക്കുകയാണ്, അതിൽ എൻ്റെ റാങ്ക് നോക്കാൻ ഡയമണ്ട് 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ കളിച്ച ടൈമിൽ അറിയാതെ നൈസായിട്ട് റാങ്ക് അപ്പ് ആയി പോവുകയാണ് ചെയ്തിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊക്കെ നല്ല പ്ലേയേഴ്സ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങളെ റാങ്ക് അപ്പോൾ BR നിങ്ങളെ റാങ്ക്
എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നല്ല പ്ലേയേഴ്സ് ആക്കാൻ നിങ്ങൾക്ക് BR ക്ലാസിക്കിൽ വരാൻ പോകുന്നു. അപ്പൊ നമുക്ക് എത്ര റാങ്ക് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് നല്ല പ്ലേയേഴ്സ് വരും. അപ്പൊ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യം നിങ്ങൾ റാങ്ക് മൈനസ് ആക്കാൻ നോക്കുക. അപ്പൊ റാങ്ക് പുഷ് ചെയ്തോ കുറെ അധികം പ്ലേയേഴ്സ് ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റാങ്ക് മൈനസ് ആക്കാൻ പറ്റില്ല. ബ്രോ ഞാൻ റാങ്ക് പുഷിംഗ് ആണ്, അപ്പൊ ഈ മാസ്റ്റർ അടിക്കണം, എലൈറ്റ് മാസ്റ്റർ അടിക്കണം, അല്ലെങ്കിൽ ഹീറോയ്ക്ക് അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ ആൾക്കാരുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ റാങ്ക് മൈനസ് ആക്കണമെങ്കിൽ മൈനസ് ആക്കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മൈനസ് ആക്കാം. അപ്പൊ നമുക്ക് BR റാങ്ക് മൈനസ് ആക്കിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരെ മൈനസ് ആക്കട്ടോ. അപ്പൊ നമ്മൾ BR റാങ്ക് ഒക്കെ പ്ലേ ചെയ്യും. അപ്പൊ സ്കോഡൊക്കെ എടുത്തുകൊണ്ട് പ്ലേ ചെയ്താലും അല്ലെങ്കിൽ സോളോ എടുത്ത് പ്ലേ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഡെഡ് ആയതുകൊണ്ട് നല്ലേക്ക് മൈനസ് ആയതുകൊണ്ട് ഒരു ഡയമണ്ടിന്റെ താഴെ കൊണ്ടുവരാൻ നോക്കുക മാക്സിമം. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ റാങ്ക് കുറക്കുകയാണെങ്കിൽ അത്രയും നല്ല ഇക്കുള്ള ബോട്ട് പ്ലേയേഴ്സ് വരും കേട്ടോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് മിഷൻസ് എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഏറിപ്പോയ ഒരു ഹീറോയ്ക്കൊക്കെ അടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറോയ്ക്ക് അടുക്കാൻ പറ്റും. അപ്പൊ ഇനിയും കുറെ അധികം ടൈം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു മണത്തോളം ടൈം ഉണ്ട്. അപ്പൊ ഹീറോയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഹീറോയ്ക്ക് മാസ്റ്ററൊക്കെ ആണെങ്കിൽ ഇനി നമുക്ക് റാങ്ക് പുഷ് ചെയ്യാൻ ടൈം ഉണ്ട്. അപ്പൊ ഈ മാസം ഒരു 10 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ മിഷൻസ് ഫുള്ള് 10 ദിവസം തന്നെ വേണ്ട, നേരെ പ്ലേ ചെയ്യാൻ നമുക്ക് അതിക്ക് മുമ്പ് തന്നെ മിഷൻസ് ഫുള്ളി ബോട്ട് പ്ലേയേഴ്സിന് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആളൊരു കാര്യം നോക്കുകയാണെങ്കിൽ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആക്കാരെ അപ്പൊ കുറെ ആൾക്കാർ അപ്പൊ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സ് പറയും എനിക്ക് റാങ്ക് മൈനസ് ആക്കാനൊന്നും പറ്റില്ല. അപ്പൊ റാങ്ക് മൈനസ് ആക്കാതെ നമുക്ക് എങ്ങനെ ബോട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ കുറെ ആൾക്കാർക്ക് അറിയേണ്ടി വരും. അപ്പൊ പറ്റുമോ വെച്ചാൽ 100% കൺഫേം ആയിട്ട് നമുക്ക് ബോട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യം അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പൊ അതിന് നമ്മൾ രണ്ടാമത്തെ ട്രിക്ക് ആട്ടോ. അപ്പൊ ഞാൻ 4 ട്രിക്കിന്റെ കൂട്ടം പറഞ്ഞില്ല അപ്പൊ വീഡിയോന്റെ ഇൻട്രോയിലായിട്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ട്രിക്കാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യം നമുക്ക് നോക്കുകയാണ്. നമ്മൾ BR റാങ്ക്ഡ് മോഡ് സെലക്ട് ചെയ്യുക. അപ്പൊ BR റാങ്ക്ഡ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഇൻവിറ്റേഷൻ കാണാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ വേൾഡിലേക്ക് ഇൻവിറ്റേഷൻ കാണാമല്ലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിക്കിൽ ട്രൈ ചെയ്ത് തന്നെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ റാങ്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ BR റാങ്ക്ഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. BR റാങ്ക്ഡ് ക്ലാസിക്കലി നമുക്ക് എഡിറ്റിംഗിന്റെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ BR റാങ്ക്ഡ് ആണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്കോഡിനേക്കാളും നല്ലത് ഡു ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഡു ആക്കാരെ കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ സ്കോഡ് വേണമെങ്കിൽ സ്കോഡ് എടുത്താലും മതി. അപ്പോൾ ഡു ആക്കാരെ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സ്കോഡിലേക്കൊന്നും ആവശ്യമാല് നമുക്ക് ബോട്ട് പ്ലേയേഴ്സിനെ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഡു എടുക്കാരെ എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൽ തന്നെ ബോട്ട് പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്കുക. അപ്പോൾ കുറേ അധികം ഫ്രണ്ട്സ് ഇല്ലതല്ലേ. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ബോട്ട് പ്ലെയർ അല്ല, ബ്രോൺസ് ലെവലൊക്കെ അല്ല, ഫസ്റ്റ് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടൊക്കെ ഉള്ള പ്ലേയേഴ്സിനെ ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. അല്ലാതെ നമ്മൾ വിളിക്കുന്ന ബോട്ട് പ്ലെയർ ന്യൂബ് പ്ലെയർ എന്നല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റാങ്ക്ഡ് മാച്ച് സെലക്ട് ചെയ്യുക, ഡുവോ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ആർട്ടിസ്റ്റ് നമ്മൾ റാങ്ക് എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റാങ്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ റാങ്ക് റേഞ്ച് എന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ ബ്രോൺസ് 1ഉം ബ്രോൺസ് 3ഉം കൊടുക്കുക, അതിനുശേഷം സേവ് കൊടുക്കുക. ആ ടൈമിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ നമ്മളെ ലോബിയിൽ ഒരു പ്ലെയർ, ഒരു ബോട്ട് പ്ലെയർ, അപ്പോൾ ബ്രോൺസ് ലെവലുള്ള ഒരു പ്ലെയർ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നേരെ സ്റ്റാർട്ട് കൊടുക്കല്ലേ വേണ്ടത്. നമ്മൾ BR റാങ്ക്ഡ് ആണ് സെലക്ട് ചെയ്യുന്നത്, അത് നേരെ ക്ലാസിക് ആക്കി മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ആകപ്പാട് തീരുമാനം കേട്ടോ, മാച്ച് ആകപ്പാട് തീരുമാനം. അതുകൊണ്ട് തന്നെ BR ക്ലാസിക് കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് കൊടുക്കാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇവൻ എന്തോ സ്റ്റാർട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുപോലെ വരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സോപ്പിട്ടും കൊണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് റെഡി കൊടുക്കാൻ പറയാം. അപ്പൊ റെഡി കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പൊ ലോബി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവൻ പോയാലും സീനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫുള്ളി ബോട്ട് പ്ലെയർ ആക്കാനും അപ്പൊ ഏകദേശം ഒരു 80% ബോട്ട് പ്ലെയർ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും 1-2 നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതും ആവറേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ ട്രിക്കിൽ പ്ലേയേഴ്സ് വരുന്നില്ല. ഓക്കെ, കുറെ ആൾക്കാർക്ക് അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് വന്ന പോലെ വരണമെന്നില്ല. അപ്പൊ എപ്പോഴും നമുക്ക് വരണമെന്നില്ല കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ആയിട്ടുള്ള നമുക്ക് റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴി നോക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ട്, നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ മെയിൻ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്തുകൊണ്ട് വളരെ ന്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ന്യൂബ് അക്കൗണ്ട് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു ക്രിയേറ്റ് അക്കൗണ്ട്, അപ്പോൾ ന്യൂ ആയിട്ട് ഫ്രീ ഫയറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അതിനുശേഷം നിങ്ങൾ 2 അക്കൗണ്ട്, അപ്പം നിങ്ങളുടെ മെയിൻ അക്കൗണ്ടും നിങ്ങളുടെ ഫ്രണ്ടിന്റെ ന്യൂബ് അക്കൗണ്ട്, അപ്പോൾ ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടും പാടെ ഫ്രണ്ട് അക്കൗണ്ട് നിങ്ങൾ ക്ലാസിക് മാച്ച് പ്ലേ ചെയ്യുക. അപ്പോൾ ഡു ആയിട്ട് തന്നെ പ്ലേ ചെയ്യുക. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് 99% ബോട്ട് പ്ലെയറിനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ബോട്ട് പ്ലെയർ ആക്കാനും കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച അത്രയും നമുക്ക് നല്ല പ്ലേയേഴ്സ് വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് അപ്പം അടുത്ത വഴി നമുക്ക് നോക്കാം. നമ്മൾ അവസാനത്തെയും അതുപോലെ തന്നെ ഞാൻ വീടിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4ാമത്തെ വഴിയായിട്ടുള്ള കുറച്ച് റിസ്ക് കാർലേസ് അത് വഴിയാണ്. അപ്പം എല്ലാവർക്കും ഇത് പറ്റുന്നില്ല. അപ്പം ഞാൻ കാരണം കുറേ ആൾക്കാരുടെ അക്കൗണ്ടിൽ പോണ്ട വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചുകൊണ്ട് വീഡിയോയിൽ ഇതൊന്നും കാണിച്ചു തരാത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ നല്ലൊരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടി നമുക്ക് മറ്റൊരാൾ ആവശ്യം വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂബ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ്
ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ മൊബൈലിൽ തന്നെ ട്രിക്ക് വെച്ചുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതും നമുക്ക് എന്തായാലും നല്ല ന്യൂബ് പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എത്ര നേരം വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. എത്ര മാച്ച് വേണമെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യപ്പെടെ വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾഡ് ടാബിലിൻ്റെ മെയിൻ അക്കൗണ്ടിൽ തന്നെ അപ്പോൾ നമ്മൾ എലൈറ്റ് പാസിലെ മിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കുറേ അധികം മിഷൻസ് അപ്പോൾ നമ്മളെ റീജിയൻ ബാറ്റിലിൻ്റെ ടൈമിലൊക്കെ ഓൾഡ് ടൈമിൽ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്ലേ ചെയ്തെങ്കിലും കില്ലടിച്ചാൽ നമുക്ക് റീജിയൻ ബാറ്റിൽ ലീഡർ ബോർഡിൽ കയറാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ടൈമിലൊക്കെ ട്രിക്കിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ട്രിക്ക് തന്നെയാണ് ഇവിടെയും പറഞ്ഞു തരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ഇപ്പം നമുക്ക് കാലമൊക്കെ മാറിയല്ലോ, കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഇനി വരുമോയെന്ന് അറിയില്ല. അപ്പം നമുക്കൊരു 25% നമുക്കിതിൽ റിസ്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും. 75% സേഫ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഈ എടുത്ത് ചാടി പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എസ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുക. കുറേ അധികം കമൻറ്റ് വരാൻ മാത്രമേ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക, വേറെ തന്നെ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ബോട്ട് പ്ലേസിനെ കൊണ്ടുവരേണ്ട ട്രിക്കും കാരണം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.